മൂലം പോലീസുകാർ നട്ടം തിരിയുമ്പോഴും സേനയുടെ അംഗബലം കൂട്ടാനുള്ള നടപടി ഇഴഞ്ഞു നീങ്ങുന്നു. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. ഈ വീട്ടിലെ ജോലി മുഴുവൻ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എത്ര നാളായി ഞാൻ പറയുന്നു. നാടിന് കാവലാകേണ്ടവർ, നീതിക്കായി പോരാടേണ്ടവർ, സാധാരണക്കാർക്ക് താങ്ങാകേണ്ടവർ കേരളത്തിന്റെ കാക്കിപ്പട. പക്ഷേ അവർ തളരുകയാണ്, ശാരീരികമായി എന്നതിനപ്പുറം മാനസികമായി. ഞാൻ നിന്റെ ആരാന്നറിയാം. അത് മറക്കരുത്. സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്കുള്ള നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 22% മാത്രമാണ് നിയമനം നടന്നത്. ഒരു പൊതുജന സേവകനായ സാറിപ്പോ ഫലത്തിൽ ഒരു പൊതുജന ശത്രുവായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഉറക്കമൊഴിഞ്ഞ് പഠിച്ച് കായികക്ഷമതാ പരീക്ഷയ്ക്ക് കഠിനമായി തയ്യാറെടുത്തവരാണ് ഇങ്ങനെ നിയമനം കാത്തിരിക്കുന്നത്. ഇവരിൽ പലർക്കും ഇനിയൊരു പോലീസ് പരീക്ഷ എഴുതാൻ സാധിക്കില്ല. ജോലി സാഹചര്യം സഹിക്കാനാവാതെ കേരള പോലീസിൽ ജോലി ഉപേക്ഷിച്ചു പോകുന്നവരുടെ എണ്ണം കൂടുന്നു. അംഗബലമില്ലാത്ത പോലീസ് സേനയിൽ കൃത്യമായ നിയമനം നടത്തിയാൽ ഒരു പരിധിവരെ ഈ പ്രശ്നം പരിഹരിക്കാനാകും. ഇതിനൊപ്പം പുതിയ തസ്തിക സൃഷ്ടിക്കാനുള്ള നീക്കവും വേണമെന്നാണ് ആവശ്യം. പഠിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത ഈ നാട്ടില് ഇങ്ങനെ ഒരു പഠിത്തം. ഈശ്വര, എന്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണേ.